അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് സുദിനത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ നാം. ഈ ഒരു സുദിനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജീവിത അത്ഭുതങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വിശ്വപ്രഭ ഇതിങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനാത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അത്ഭുതവും വൈജാത്യവും വിശ്വപ്രസിദ്ധവും പ്രൗഢവുമായ അനേകായിരം ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. ആ സന്മാർഗ പൗർണമിയെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിക്കുകയും ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ ലോകത്തിൻ്റെ പ്രകാശം അവതരിപ്പിക്കുന്നതിന് മുമ്പ്, പ്രകാശത്തെ ഇവിടേക്ക് സമാഹരിക്കുന്നതിന് മുമ്പ് ആ പ്രകാശത്തെ പ്രോജ്വലിപ്പിക്കുകയും ആ പ്രകാശത്തെ ലോകമെമ്പാടും പ്രസരിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത സൗഭാഗ്യമെന്ന് പറയുന്നത് ആർക്കും നൽകാത്ത സൗഭാഗ്യങ്ങളാണ്. അതായത് താൻ ജനിച്ചപ്പോൾ തന്നെ തനിക്ക് വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി ഒരു പുതുവസ്ത്രം നൽകുകയും മറ്റാർക്കും നൽകാത്തതായിരിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും എല്ലാം നൽകി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചു, ബഹുമാനിച്ചു. അങ്ങനെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജീവിതം തുടങ്ങുന്നത്. ആ ഒരു ജനനത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ഓർമ്മകൾ നമുക്ക് വല്ലാത്ത അത്ഭുതങ്ങളാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹു വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെയാണ് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമിന ബിവി റളിയല്ലാഹു അൻഹ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു വിശ്വപ്രഭ തന്നെയായിരുന്നു. ആ ഒരു നബിയുടെ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ഒരു പ്രകാശലോകത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വൈജാത്യമായ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റാർക്കും നൽകാത്ത സൗഭാഗ്യങ്ങൾ നൽകിയെന്ന് നാം പറഞ്ഞല്ലോ. ചന്ദ്രനും നക്ഷത്രനുമൊക്കെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു വദനത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാകുന്നത്. തങ്ങളെ ഗർഭം ചുമന്നപ്പോൾ തന്നെ ആമിന ബിവി റളിയല്ലാഹു അൻഹ ആകാശത്തിലുള്ള മലക്കുകൾ ആമിന ബിവി റളിയല്ലാഹു അൻഹയെ കാണുകയും ആമിന ബിവി റളിയല്ലാഹു അൻഹുവിനോട് അടുക്കൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് സന്മാർഗ സൂര്യനായിരിക്കുന്ന നബിയെ നിങ്ങൾ പ്രസവിക്കുകയാണ് എങ്കിൽ ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യണം. അള്ളാഹു ഞങ്ങളോട് പറഞ്ഞ കൽപ്പനയാണ്, നിങ്ങൾ അതുപോലെ അനുസരിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ ആമിന ബിവിയോട് മലായിക്കത്തുകൾ പറയുകയാണ്. നബി തങ്ങൾ തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ ഒരു പ്രകാശമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നെ അവതരിപ്പിച്ചിരുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയെല്ലാം ചെയ്തിരുന്നുവെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായിട്ട് സ്വർഗത്തിലെയും മറ്റുമൊക്കെ അള്ളാഹുവിൻ്റെ മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മഹാനായിരിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മുതുകത്ത് കയറിയിട്ട് ആദം നബിയുടെ കൂടെ ഭൂമി കാണുന്നതിന് വേണ്ടിയിട്ടും മഹാനായിരിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ കപ്പലിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലായി വർത്തിച്ചിരുന്നു. ഒരുപക്ഷെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധത്തിലും സൗഭാഗ്യങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ആകാശഭൂമികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിദ്വാൻ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, റിദ്വാനെ, നീ ഈ ആകാശഭൂമികളിൽ പോയിട്ട് ഇവിടെ നീ ഒരു ന്യൂസ് പ്രചരിപ്പിക്കണം, ഒരു വാർത്ത പ്രചരിപ്പിക്കണം. എന്താണ് ആ ന്യൂസ്? അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകനെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് എന്നും ആ കുഞ്ഞ് മഹദിയായിരിക്കുന്ന ആമിന ബിവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന വാർത്ത നീ സ്വർഗത്തിലുള്ള കന്യകമാരെയും ബാലന്മാരെയും എല്ലാം അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നും നേരെ സ്വർഗ്ഗലോകത്ത് പോയി ആ കവാടം തുറന്നിട്ട് സ്വർഗ്ഗകന്യകമാരോടും
സ്വർഗബാലന്മാരോടുമെല്ലാം ഈ വിവരം ധരിച്ചപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെടുകയാണ്. അവരെല്ലാം സന്തോഷത്തിൻ്റെ ആനന്ദ നൃത്തത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ വാനലോകത്തുള്ള എല്ലാവരും സന്തോഷപുളകിതമാണ്. സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു നിറയൊലികൾ അവരിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് മഹാനായിരിക്കുന്ന ജിബീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം മാസത്തിൽ വന്നുകൊണ്ട് മഹദിയായിരിക്കുന്ന ആയിഷ ബിബി റളിയല്ലാഹു പറയുന്നുണ്ട്, കുട്ടി ജനിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ, എന്നൊരു ഉണർവ് ആ കുട്ടിക്ക് നൽകുകയും അങ്ങനെ മഹാനായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ ഗർഭം ധരിക്കുന്നത് റജബിലാണ്. റജബിൽ ഗർഭം ധരിക്കുകയും ആ ഒരു മഹാസ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആ ഒരു വാക്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ അഴുക്കുകളിൽ നിന്നും, എല്ലാ വൃത്തിഹീനമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ മാറി നിന്ന് നിനക്കൊരു ശുദ്ധനായിരിക്കുന്ന ഒരു കുട്ടിയാണ് നീ ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ആ കുട്ടിയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തൊരു മകനാണത്, ഏറ്റെടുത്തൊരു കുഞ്ഞാണത് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ റജബ് മാസത്തിൽ ഗർഭം ധരിച്ചു. അങ്ങനെ മുഹറം മാസത്തിൽ ഓർമ്മപ്പെടുത്തി. സഫർ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അങ്ങനെ സഫർ മാസത്തിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് മലായികത്തുകളാൽ പൊതിഞ്ഞു എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആമിന ബീവിയുടെ വീട് മലായികത്തുകളാൽ പൊതിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് എല്ലാ മലായികത്തുകളും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വസന്തം വന്നെത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയും മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായിരിക്കുന്ന ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ഗർഭപാത്രത്തിൽ നിന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവർ. അങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ മാസത്തിൽ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെയോ പ്രഭാത കിരണങ്ങൾ തിളങ്ങി, മാത്രമല്ല ആകാശ നക്ഷത്രങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങി, അത്ഭുത വിസ്മയങ്ങൾ തീർക്കാൻ തുടങ്ങി. ഒരു പ്രഭ ഇങ്ങനെ ആഞ്ഞടിക്കാനും തുടങ്ങി. എവിടെ നിന്നൊക്കെയോ ഒരു ശുദ്രപക്ഷി ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ആ ശുദ്രപക്ഷിയുടെ 2 ചിറകുകളും മഹദിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് സ്പർശിക്കുകയും ഉടനടി ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ ഒരു പ്രസവ വേദന അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ മഹദിയായിരിക്കുന്ന ആമിന ബിബി റളിയല്ലാഹു അൻഹു പ്രസവിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാവുകയാണ്. ആ അത്ഭുതകരമായ വിസ്മയകരമായ ഓർമ്മപ്പെടുത്തലുകളിലൂടെ, ത്യാഗത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അത്ഭുതകരമായ ജനനത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്നിട്ടോ ജനനശേഷം തൻ്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്, തനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് തൻ്റെ പിതാവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ തൻ്റെ പിതാവ് തൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ കുറവ് മഹാനായിരിക്കുന്ന അബ്ദുൽ മുത്തലിബ് വരുത്തിയില്ല. ആ സന്തോഷ വാർത്ത അറിയിച്ച ഉടനെ തൻ്റെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് ആ ഒരു സന്തോഷ വാർത്ത ആ ദൂതൻ വഴി മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹ ദൂതനെ അയച്ചുകൊണ്ട്, അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം, അങ്ങനെ ദൂതനെ അയച്ചുകൊണ്ട് ആ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ആ വാർത്ത അറിഞ്ഞതോടുകൂടെ സന്തോഷത്തോടുകൂടെ വന്ന് ആ പൊന്നോമന പുത്രനെ, ആ പേരക്കിടാവിനെ ഹൃദയാന്തരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൽ കൊണ്ടുപോയി, തവാഫിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തു. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് നൽകപ്പെടുന്നത്. മാത്രമല്ല ആ ഒരു ജനസമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഫലസ്തീനിലെ സാവതടാകം വറ്റിവരളുകയും പേർഷ്യയിലെ അഗ്നികുണ്ഡാരം തീയണുകയും അതുപോലെ തന്നെ ആ ഒരു പരിസരത്തുള്ള എല്ലാ ബിംബങ്ങളും തകർന്നു വീണുകയും ചെയ്തു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തോ ഒരു അദൃശ്യമായതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ആ ഒരു അത്ഭുതകരമായ സംഭവം നടന്നത്. അതെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തേക്ക് ഭൂജാതനാകുന്നു. എത്ര മനോഹരമായ ഓർമ്മകളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു തന്നത്. ആ ഒരു ജനനത്തെക്കുറിച്ച് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തന്നത്. ഗതകാല സ്മൃതിയിൽ മാനസാന്തരങ്ങളുടെ നൊമ്പരങ്ങൾ വിറകെടുക്കുമ്പോഴും ആ ജനനത്തെക്കുറിച്ച്, ആ ജനനത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ഭുതകരമായ ജനനം. എന്നാൽ ജനിച്ചതിന് ശേഷമുള്ളതോ, ആ ജനിച്ചതിന് ശേഷമുള്ളത് മാത്രമാണ്, ആ പിതാവില്ലാത്ത ഒരൊറ്റ വിഷമം മാത്രമാണ് മഹാനായിരിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമമായി നമുക്ക് കാണാൻ സാധ്യമായത്. അങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മനോഹരമായിരുന്നു.
ജനിച്ചതിന് ശേഷം തൻ്റെ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന തൻ്റെ വല്ലിപ്പ അവിടെയുള്ള നാട്ടുകാരെ എല്ലാം വിളിച്ച് അഖീഖത്തെറുത്ത് ഒരൊട്ടകത്തെ അറുത്ത് ഇറച്ചി വിതരണം ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടിയെ വളരെയധികം പരിപാലിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് അള്ളാഹുവും അവൻ്റെ അംബിയാ മുർസലുകളും ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജീവിതത്തിലൂടെ ആ ഒരു ജനനം ആ ഒരു ജനനത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കുവാൻ, ആയത്തിൽ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരയിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.